കടുത്ത ദാരിദ്ര്യം കാരണം തന്റെ നാലാമത്തെ മകനെ വേണ്ടെന്ന് വെക്കാൻ തീരുമാനിക്കുകയാണ് ഒരമ്മ. എന്നാൽ അത് സാധ്യമല്ല എന്ന് ഡോക്ടർ വാശി പിടിച്ചതോടെ അവൻ പിറന്നു. 15-ാമത്തെ വയസ്സിൽ ഹൃദയ സംബന്ധമായ രോഗം പിടിപെടുന്ന ഈ കുട്ടി ഇനി അങ്ങോട്ട് താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു സ്പോർട്സ് കളിക്കാൻ കഴിയുകയില്ലെന്ന് ഡോക്ടർമാര് പോലും വിധി എഴുതുക. എന്നിട്ടും അയാൾ തളർന്നോ? ഇല്ല. ഫുട്ബോൾ എന്ന കളിയേക്കാൾ വലുതല്ലായിരുന്നു അയാൾക്ക് വേറെന്തും. അതുകൊണ്ട് തന്നെ ആവണം അദ്ദേഹത്തിന് മുൻപിൽ വന്ന ഓരോ തടസ്സങ്ങളും അദ്ദേഹം ഓരോന്നായി തകർത്തെറിഞ്ഞ് മുന്നോട്ടൊരു യോദ്ധാവിനെ പോലെ കുതിച്ചു പാഞ്ഞു. അതിന്റെ ഇടയിൽ അയാൾ എന്തൊക്കെ നേടി? യൂറോ കപ്പ്, നേഷൻസ് ലീഗ്, പ്രീമിയർ ലീഗ്, FA കപ്പ്, കമ്മ്യൂണിറ്റി ഷീൽഡ്, ചാമ്പ്യൻസ് ലീഗ്, ലലീഗ, സൂപ്പർ കപ്പ്, ക്ലബ് വേൾഡ് കപ്പ്, ഇറ്റാലിയൻ സിറിയ, ഇറ്റാലിയൻ സൂപ്പർ കപ്പ്, ഗോൾഡൻ ബൂട്ട്, പുഷ്കാസ്, ഫിഫ ബെസ്റ്റ്, ഗോൾഡൻ സോക്കർ, ബെസ്റ്റ് മിഡ്ഫീൽഡർ, ബെസ്റ്റ് ഫോർവേഡ്, ബാലൻ ഡിയോർ, ടോപ്പ് ഗോൾ സ്കോറർ ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഫുട്ബോൾ എന്ന് വേണ്ട ഫുട്ബോൾ ലോകത്ത് നേടാനുള്ളതൊക്കെ അയാൾ നേടി. ഇനി ബാക്കിയുള്ളത് എന്താ? ആ ഒരു വേൾഡ് കപ്പ് മാത്രം. ഞാൻ വിശ്വസിക്കുന്നു ഈ 41 വയസ്സ് ഇന്ന് തികഞ്ഞ ഈ പുള്ളിക്കാരൻ ഈ വർഷം നടക്കാൻ പോകുന്ന വേൾഡ് കപ്പിൽ അത് നേടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. കാരണം അറിയാലോ, വയസ്സായിരുന്നു, പ്രായമാകുന്നു, മനസ്സെത്തുന്നിടത്ത് ബോഡി എത്തുന്നില്ല, ബോൾ കൺട്രോൾ കുറയുന്നു, ടാർഗറ്റ് ഒക്കെ കുറയുന്നു. പക്ഷെ എങ്കിലും ഇത് റൊണാൾഡോ ആയതുകൊണ്ട് ഒരുപാട് ആളുകളെ ഡൗട്ട് ചെയ്ത ആൾക്കാരെയൊക്കെ വായിക്കാത്ത, അത്രയൊന്നും എടുത്തു പറയുന്നില്ല, ഡൗട്ട് ചെയ്ത ആൾക്കാരെയൊക്കെ അദ്ദേഹം നേരിട്ട് ഒറ്റയ്ക്ക് മറുപടി പറഞ്ഞിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു, അയാൾ അത് നേടും, അല്ലെങ്കിൽ അയാൾ അത് നേടണം.